നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വെടിനിർത്തൽ കരാർ അനുസരിച്ചുള്ള ബന്ദികളുടെ മോചനം തുടരുമെന്ന് ഹമാസ്. ഇതോടെ 42 ദിവസത്തെ വെടിനിർത്തൽ കരാർ പൊളിയുമെന്ന ആശങ്കയ്ക്ക് ശമനമായി. ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ ഗാസയിൽ ആക്രമണം പുനരാരംഭിക്കുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെ നടന്ന ചർച്ചകളുടെ ഭാഗമായാണ് ഈ തീരുമാനം ഉണ്ടായിട്ടുള്ളത്. വെടിനിർത്തൽ ധാരണ ഇസ്രയേൽ ലംഘിക്കുന്നതായി ചൂണ്ടിക്കാട്ടിയാണ് ബന്ദികളെ ഇനി വിട്ടയക്കില്ല എന്ന് ഹമാസ് പ്രഖ്യാപിച്ചിരുന്നത്. ആവശ്യമായ ഭക്ഷണം, മരുന്ന്, പാർപ്പിട സാമഗ്രികൾ തുടങ്ങിയ അടിയന്തര സഹായങ്ങൾ വൈകിപ്പിച്ചതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ പ്രഖ്യാപനം ഉണ്ടായത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഖത്തറിലും ഈജിപ്തിലും നടന്ന മധ്യസ്ഥ ചർച്ചകളിൽ സമവായ നീക്കങ്ങൾ ഉണ്ടായി എന്നാണ് റിപ്പോർട്ട്. ഈജിപ്തിലെ കെയ്റോയിൽ നടന്ന ചർച്ചകളിൽ ഹമാസും ഇസ്രയേലും ഒരു കരാറിലേക്ക് എത്തിയതായി ഈജിപ്ഷ്യൻ മാധ്യമമായ അൽറാഡ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇസ്രയേലിന്റെ നിയന്ത്രണത്തിലുള്ള മാനുഷിക സഹായങ്ങളുടെ ഒഴുക്ക് വർദ്ധിപ്പിക്കാനും ധാരണയിലെത്തിയിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം. ഗാസയിലെ വെടിനിർത്തൽ കരാർ തകരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഹമാസ് പ്രസ്താവന പുറപ്പെടുവിച്ചു. മോചിപ്പിക്കുന്ന ബന്ദികളുടെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ ഇസ്രയേലും പൂർത്തിയാക്കി കഴിഞ്ഞു. കരാറിലെ വ്യവസ്ഥ പ്രകാരം ആനുപാതികമായി പലസ്തീൻ തടവുകാരെയും ശനിയാഴ്ച മോചിപ്പിക്കും. കൂടുതൽ ബന്ദികളെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളും ഇസ്രയേൽ തുടങ്ങിക്കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉന്നതതല കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. പക്ഷേ വെടിനിർത്തൽ കരാറിന് പുറത്തുള്ള ബന്ദികളുടെ മോചനത്തിന് ഹമാസ് തയ്യാറായേക്കില്ല എന്ന് ടൈംസ് ഓഫ് ഇസ്രയേലും റിപ്പോർട്ട് ചെയ്തു. ഇതിനിടെയാണ് ഗാസയിൽ വീണ്ടും ഇരുവിഭാഗങ്ങളും തമ്മിൽ സംഘർഷമുണ്ടായി എന്ന റിപ്പോർട്ടുകൾ വരുന്നത്. ഹമാസ് റോക്കറ്റ് ആക്രമണത്തിൽ ഒരു പലസ്തീൻ ബാലൻ കൊല്ലപ്പെട്ടതായും ഇസ്രയേലി സേന തിരിച്ചടിച്ചു എന്നുമാണ് ഇസ്രയേൽ നൽകുന്ന വിശദീകരണം. എന്നാൽ ജനവാസ കേന്ദ്രത്തിൽ നിന്നും സുരക്ഷിത മേഖലയിലേക്ക് മാറ്റിയ ഇസ്രയേൽ സേനയുടെ റോക്കറ്റാണ് പൊട്ടിത്തെറിച്ചത് എന്നാണ് ഹമാസ് ആരോപിച്ചത്. ഇതേസമയം ബന്ദികളെ വിട്ടുനൽകില്ല എന്ന നിലപാടിൽ നിന്നും ഹമാസ് പിന്മാറാൻ കാരണം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയാണെന്ന് അമേരിക്കൻ പ്രതിനിധി ആദം ബോലർ പറഞ്ഞു. ഇനിയും 7 അമേരിക്കൻ പൗരന്മാർ കൂടി ഹമാസ് തടങ്കലിലാണ്. ഇവരെ കൂടി മോചിപ്പിക്കേണ്ടതുണ്ട് എന്നും ആദം വിശദീകരിച്ചു. മുഴുവൻ ബന്ദികളെയും ശനിയാഴ്ചയ്ക്ക് മുൻപ് വിട്ടയച്ചില്ല എങ്കിൽ ഗാസയെ നരകത്തീയിൽ ചുട്ടരിക്കുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ യുദ്ധം പുനരാരംഭിക്കുമെന്ന് ഇസ്രയേലും നിലപാടെടുത്തു. 15 മാസത്തോളം നീണ്ടുനിന്ന യുദ്ധത്തിനു ശേഷമാണ് ജനുവരി 19-ന് 42 ദിവസത്തെ ഒന്നാം ഘട്ട വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത്. ഇതനുസരിച്ച് ബന്ദികളുടെ മോചനം നടന്നുവരികയാണ്. ഇതിനിടയിൽ കരാറിലെ വ്യവസ്ഥകൾ ഇസ്രയേൽ നിരന്തരമായി ലംഘിക്കുന്നു എന്ന് ആരോപിച്ചാണ് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കില്ല എന്ന് തിങ്കളാഴ്ച ഹമാസ് പ്രഖ്യാപിച്ചത്. ഇതേസമയം ഇസ്രയേലുമായി വെടിനിർത്തൽ ധാരണ തുടരാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും ഹമാസ് അറിയിച്ചു. ഇതോടെ ശനിയാഴ്ച നടക്കേണ്ടിയിരുന്ന 3 ബന്ദികളുടെ മോചനം അനിശ്ചിതത്വത്തിൽ ആകുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹമാസിന് മുന്നറിയിപ്പുമായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തിയത്. 4 മണിക്കൂർ നീണ്ട ഇസ്രയേൽ സുരക്ഷാ മന്ത്രിസഭാ യോഗത്തിന് ശേഷമായിരുന്നു നെതന്യാഹുവിന്റെ ഭീഷണി. ശനിയാഴ്ച ഉച്ചയ്ക്ക് മുൻപ് ഇസ്രയേൽ ബന്ദികളെ ഹമാസ് വിട്ടയച്ചില്ല എങ്കിൽ വെടിനിർത്തൽ അവസാനിപ്പിച്ച് ഗാസയിൽ ആക്രമണം പുനരാരംഭിക്കുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി അറിയിച്ചിരുന്നു. ബന്ദി കൈമാറ്റം നീട്ടിവെച്ചാൽ ഹമാസിനെ ഇല്ലാതാക്കും വരെ ആക്രമണം തുടരുമെന്നും നെതന്യാഹു മുന്നറിയിപ്പും നൽകി. എന്നാൽ അവശേഷിക്കുന്ന 76 ബന്ദികളെയും ശനിയാഴ്ച തന്നെ മോചിപ്പിക്കണമെന്നാണോ പ്രധാനമന്ത്രി ആവശ്യപ്പെടുന്നത് എന്ന് മുന്നറിയിപ്പിൽ വ്യക്തതയുണ്ടായിരുന്നില്ല. എന്നാൽ ഈജിപ്തിന്റെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിൽ മുൻ നിശ്ചയിച്ച പ്രകാരം 3 ബന്ദികളെ തന്നെ മോചിപ്പിക്കാനുള്ള തീരുമാനത്തിൽ എത്തുകയായിരുന്നു. കരാറിൽ നിന്ന് പിന്മാറാനും യുദ്ധം പുനരാരംഭിക്കാനും ഹമാസിനും താൽപര്യമില്ല എന്നതിന്റെ സൂചന തന്നെയാണ് നിലപാട് മാറ്റം എന്ന് രാഷ്ട്രീയ വിദഗ്ധർ വിലയിരുത്തി. ഹമാസ് കരാറിൽ നിന്നും പിന്നോട്ടു പോകുമെന്ന് ഇസ്രയേലും കരുതുന്നില്ല. എന്നാൽ ഗാസ പുനർനിർമ്മാണത്തിനുള്ള ആധുനിക യന്ത്രങ്ങൾ ഗാസയിലേക്ക് പ്രവേശിക്കാൻ അനുമതി നൽകിയതിനെ തുടർന്നാണ് ഹമാസ് നിലപാട് മാറ്റിയതെന്ന് ഈജിപ്ഷ്യൻ സുരക്ഷാ വൃത്തങ്ങൾ പറയുന്നു. ശനിയാഴ്ച 12 മണിക്കുള്ളിൽ എല്ലാ ബന്ദികളെയും മോചിപ്പിക്കണമെന്നും അല്ലാത്തപക്ഷം വീണ്ടും ആക്രമണം തുടങ്ങുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഹമാസിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പോഴും യുദ്ധാനന്തര ഗാസ ഏറ്റെടുക്കാനും 20 ലക്ഷം പലസ്തീനികളെ പുനരധിവസിപ്പിക്കാനുമുള്ള നിലപാടിൽ മാറ്റമൊന്നും ഇല്ലാതെ തന്നെയാണ് ട്രംപ് തുടരുന്നത്. എന്നാൽ ട്രംപിന്റെ പരാമർശങ്ങൾ പലസ്തീൻ ജനങ്ങളുടെ ദേശീയ അവകാശങ്ങൾ നിഷേധിക്കുന്നതാണ് എന്നായിരുന്നു ഹമാസിന്റെ പ്രതികരണം. ഏതായാലും ബന്ദിമോചനം സാധ്യമായ സ്ഥിതിക്ക് തൽക്കാലം യുദ്ധഭീഷണി ഒഴിഞ്ഞിട്ടുണ്ട്. മലയാളി വാർത്ത ഇൻസൈഡ്.